സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ റഫറൻസ് എററുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ റഫറൻസ് എറേഴ്സ് വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നും നാം മനസ്സിലാക്കി. എക്സലിനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷനുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഡാറ്റ അനാലിസിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഫംഗ്ഷനുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാക്സിമം, മിനിമം, ആവറേജ്, കൗണ്ട് ഇഫ്. ആവറേജ് കണ്ടു കഴിഞ്ഞാൽ ആവറേജിന് മുകളിൽ എത്ര ഉണ്ട്, താഴെ എത്രയുണ്ട് എന്ന് കൗണ്ട് ഇഫ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അറിയാം. ഉദാഹരണത്തിന് ആവറേജ് സ്കോർ, കുട്ടികളുടെ ആവറേജ് സ്കോറിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആവറേജ് സ്കോറിന് മുകളിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്, ആവറേജ് സ്കോറിന് താഴെ എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കൗണ്ട് ഇഫ് അതിനു വേണ്ടി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ സ്കോർ ഷീറ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. ഹയസ്റ്റ് സ്കോർ എത്ര, ലോവസ്റ്റ് സ്കോർ എത്ര, ആവറേജ് സ്കോർ, നമ്പർ ഓഫ് ബിലോ ആവറേജ് ആൻഡ് അബവ് ആവറേജ് സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡഡ്, ഇതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ ഓരോ ഫംഗ്ഷനുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഫംഗ്ഷനുകളുടെ സിൻടാക്സ് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ്റെ സിൻടാക്സുകളൊന്ന് നമുക്ക് പരിചയപ്പെടാം. മാക്സിമം, നമ്പർ 1, നമ്പർ 2, നമുക്ക് കുറേ നമ്പറുകൾ ഇതിൽ ഫീഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മാക്സിമം നമ്പറാണ് കിട്ടുക. പക്ഷേ ഇങ്ങനെ ഈ നമ്പർ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇവിടുത്തെ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ മിനിമത്തിൽ അങ്ങനെ തന്നെ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ റേഞ്ചിലെ മിനിമം നമ്പർ കാണിക്കും. അതേപോലെ ആവറേജ് കാണുമ്പോൾ അതേപോലെ തന്നെ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ റേഞ്ചിലുള്ള നമ്പേഴ്സിൻ്റെ ആവറേജുകളാണ് കാണിക്കുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. സീക്വൽ ടു മാക്സിമം, നമ്മൾ ടാബ് പ്രസ് ചെയ്യുന്നതോടുകൂടി ഓപ്പൺ ബ്രാക്കറ്റ് അവിടെ വരും. ഈ റേഞ്ച് സെലക്ട് ചെയ്യുക, ക്ലോസ് ബ്രാക്കറ്റ് ചെയ്യാതെ നമുക്ക് എൻ്റർ കീ അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെയും നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. സെൽ റെഫറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിലേറ്റീവ് റെഫറൻസ് ആയതുകൊണ്ട് മാറിപ്പോകും. അപ്പോൾ ഇവിടുത്തെ ഒക്കെ മാക്സിമം സ്കോർ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ മിനിമം നമ്മൾ അടിച്ചിട്ട് ടാബ് അമർത്തുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റേഞ്ച് സെലക്ട് ചെയ്യുന്നു. റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ താഴേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, വാല്യൂസ് മാറിപ്പോകും. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്താണ് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു ആവറേജ് ഉണ്ട്. കുറച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ വരും. നമുക്ക് ടാബ് അമർത്തി കൊടുത്താൽ മതി. ഇതേപോലെ ഇത്രയും സ്കോർ മാത്രം സെലക്ട് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുക, ആവറേജ് വന്നു. ഇവിടെ എൻ്റെ ആവറേജ് കിട്ടി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വാല്യൂ ഉൾക്കൊള്ളാൻ മാത്രം ഇതിൻ്റെ കോളം എടുത്ത് പോരാ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ കോളം എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയി. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യത്തിൻ്റെ സിൻടാക്സ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നമുക്ക് കാണാനുള്ളത് ബിലോ ആവറേജ് സ്റ്റുഡൻസ് എത്ര ഉണ്ട്, എബോ ആവറേജ് സ്റ്റുഡൻസ് എത്ര ഉണ്ട്, എത്ര കുട്ടികൾ പരീക്ഷ എഴുതി എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആ ഫംഗ്ഷൻ്റെ സിൻടാക്സും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇസ് ഈക്വൽ ടു കൗണ്ട് ഇഫ് റേഞ്ച് ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. റേഞ്ച് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സ്കോർ ഇത് മുതൽ ഇതുവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ക്രൈറ്റീരിയ എന്താണ്, എന്ത് ക്രൈറ്റീരിയ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവയുടെ എണ്ണം കൗണ്ട് ചെയ്യേണ്ടത്, അതാണ് ആണ് ക്രൈറ്റീരിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബിലോ ആവറേജ് സ്റ്റുഡൻസ്, അതായത് ആവറേജ് വാല്യൂവിനേക്കാളും കുറഞ്ഞ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കണം. ക്രൈറ്റീരിയ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കുക. അതെപ്പോഴും ഡബിൾ കോട്ട്സിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയ ഈ ആവറേജ് വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സെൽ റെഫറൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. സെൽ റെഫറൻസ് കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെ സ്ട്രിങ് ആയിട്ട് നമുക്ക് കൂട്ടി ചേർക്കേണ്ടതുണ്ട്, കൺകാറ്റിനേറ്റ് എന്നാണ് പറയുക. ആ കാര്യം കൂടി നമ്മൾ അത് വിശദീകരിക്കും. സിൻടാക്സ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫോർമുലയിൽ തെറ്റ് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ കൗണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എത്ര കുട്ടികളെ അറ്റൻഡ് ചെയ്തു, ഏതെങ്കിലും കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ അത് ഒരു ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ ആബ്സെന്റ്, നമ്മൾ ഏന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യില്ല. അത് നമുക്ക് ഇവിടെ പരീക്ഷ നോക്കാം. എത്ര ആളുകൾക്ക് ഇവിടെ സ്കോർ എൻ്റർ ചെയ്യുന്നുണ്ട്, അത്തരം കുട്ടികളാണല്ലോ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക, അതാണ് കൗണ്ട്. വാല്യൂ 1 വാല്യൂ 2 എന്ന് നമ്മൾ നേരത്തെ നമ്പർ 1 നമ്പർ 2 എന്ന് മാക്സിമം മിനിമം ആവറേജിൽ കണ്ടതുപോലെ ഇതിന് പകരം നമുക്കൊരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫംഗ്ഷൻ ഒന്ന് നമുക്കിവിടെ കൊടുത്തു നോക്കാം. ഈക്വൽ ടു കൗണ്ട് ഇഫ് ടാബ് സെലക്ട് ദ റേഞ്ച് സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. ഇനി സ്ട്രിങ്ങിലാണ് കൊടുക്കേണ്ടത്, അപ്പോൾ ഡബിൾ കോട്ട്സ് കൊടുക്കണം. ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്, അപ്പം ലെസ് ദാൻ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 35.67 എന്ന് കൊടുക്കുന്നു. കോഡ്സ് ക്ലോസ് ചെയ്യുന്നു.
ഡബിൾ കോഴ്സ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 പേര്. ഇനി നമുക്ക് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കുട്ടി ആബ്സെന്റ് ആയി അല്ലെങ്കിൽ മാർക്ക് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ആവറേജ് മാറും. ഇവിടെ ആബ്സെന്റ് ആയാൽ ആവറേജ് എന്തായി മാറി. പക്ഷെ നമ്മൾ ഫോർമുലയിലെ 35.67 എന്നുള്ളത് മാറാത്തതുകൊണ്ട് നമ്മുടെ പിന്നെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഈ സെൽ റേഞ്ച് തന്നെ, അതായത് സെൽ അഡ്രസ് കൊടുക്കുകയാണ്. 35.67 ഏത് സെല്ലിലാണോ ഉള്ളത് ആ സെൽ അഡ്രസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ മാറ്റി കൊടുക്കാം. ഈ ഫോർമുല നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ സിൻടാക്സിലൊന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഞാനിവിടെ അത് എഴുതി കാണിക്കാം. നമ്മൾ ഈക്വൽ ടു കൗണ്ട് ഇഫ് നമ്മൾ റേഞ്ച് കൊടുത്തു. പിന്നെ നമ്മൾ കോഴ്സിൽ ലെസ് ദാൻ എന്ന് കൊടുത്ത് കോഴ്സ് ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ സെൽ അഡ്രസ് ഇവിടെ ഒരു ആംബർസെൻഡ് എന്നാണ് ഇതിന് പറയാ. അത് 2 സ്ട്രിങ്ങുകൾ കൂട്ടി ചേർക്കാനുള്ളതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ, അപ്പൊ അതിന് പകരം ഈ 35.767 എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ B11 എന്ന് കൊടുക്കുന്നു. B11 എന്നുള്ളതാണ് ഇതിന്റെ അഡ്രസ്സ്. ഇനി നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ സിൻടാക്സ് കൊടുക്കേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് സെൽ അഡ്രസ് ആയിട്ട് എടുക്കുള്ളൂ. ഈ ലെസ് ദാൻ 35.67 എന്ന് കൊടുക്കുന്നതിന് പകരം ഈ 35.67ന്റെ വാല്യൂ എപ്പോഴൊക്കെ മാറുന്നു അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ B11ന്റെ വാല്യൂ മാറും. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് എന്നുള്ളത് കൺകാറ്റിനേഷൻ, 2 സ്ട്രിങ്ങുകൾ ഒന്നാക്കാനുള്ള ഒരു കമാൻഡ് ആണ്. ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലെസ് ദാൻ, അതേപോലെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തിട്ട് ഇതേപോലെ സെൽ അഡ്രസ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ സെൽ അഡ്രസ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും, റിലേറ്റീവ് റെഫറൻസ് എന്നുള്ള നിലക്ക്. ഇനി നമുക്കത് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം. is equal to count if റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. കോഴ്സിൽ നമ്മൾ ബിലോ ആവറേജ് ആയതുകൊണ്ട് ലെസ് ദാൻ കൊടുത്ത് കോഴ്സ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ആംബർസെൻഡ് ആൻഡ് എന്നുള്ള ഇത് കൊടുക്കുക. കീബോർഡിൽ 7ന്റെ മുകളിൽ കാണുന്ന ക്യാപ്സ് ലോക്ക് അമർത്തിയിട്ട് ആൻഡ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഈ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് B11 എന്ന് അവിടെ വരും. ഇനി നമുക്ക് എൻ്റർ അടിച്ചാൽ മതി, ഇവിടെ കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഫോർമുലയിൽ B11 എന്നുള്ളത് C11 ആവും. ഇവിടെ എത്തുമ്പം അത് മാറും. ഇവിടെ എത്തുമ്പോൾ കണ്ടോ, ഇവിടെ F11 ആവും. ഇവിടെ F ആണുള്ളത്, അതാണ് ആയി മാറും. അപ്പൊ അത് നമുക്ക് പ്രത്യേകം ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ കൊടുക്കാം. is equal to count if റേഞ്ച് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു, കോമ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ എബോ ആവറേജ് സ്റ്റുഡൻസ് അവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തു, കോമ ക്ലോസ് ചെയ്യുന്നു. ഇനി ഇത് ഒരു സ്ട്രിങ് ആണ്, ഇതിനോട് നമുക്ക് സെൽ അഡ്രസ് സ്ട്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കൺകാറ്റിനേറ്റ് എന്ന് പറയും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അവിടെ സെല്ല് അഡ്രസ് വരും. എൻ്റർ കീ അമർത്തുക. ഇവിടെ 2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ സെൽ അഡ്രസ് കണ്ടോ B11 ആൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 0 എന്നുള്ള റിസൾട്ട് ആണ് കിട്ടുക. അപ്പൊ അത് ഇവിടെ 2 റേഞ്ചും കാണിക്കുന്നുണ്ട്. ഒത്തിരിയാണ് റേഞ്ച്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. പിന്നെ ഇവിടെ ചുവന്ന തരത്തിൽ ഈ വാല്യൂ കാണിക്കും. അപ്പൊ ഇവിടുത്തെ വാല്യൂ ചേഞ്ച് ചെയ്താലും ഫോർമുല നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടാവില്ല. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഇസ് ഈക്വൽ ടു കൗണ്ട് കൊടുത്ത് നോക്കാം. കൗണ്ട് എത്ര സ്റ്റുഡൻസ് ആണ് പരീക്ഷ എഴുതിയെന്ന് അറിയാൻ കൗണ്ട് എന്ന് കൊടുക്കാം. നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ അമർത്തുന്നു. 6 പേര് ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടി ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 എന്നേ കാണിക്കുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ വാല്യൂ ഒന്നും ഇല്ലെങ്കിലും 5 എന്നാണ് കാണിക്കുക. അപ്പോൾ അവിടെ പിന്നെ ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ ആബ്സെന്റ് തന്നെ കൊടുക്കുക. ഇവിടെ നേരത്തെ പോലെ വാല്യൂ ഉണ്ടെങ്കിൽ അത് 6 തന്നെ കാണിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 6 പേര്, 6 ആബ്സെന്റ് അല്ലെ 6 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എബോ ആവറേജ് സ്റ്റുഡൻസിന്റെയും ബിലോ ആവറേജ് സ്റ്റുഡൻസിന്റെയും വാല്യൂ എപ്പോൾ എന്തായിരിക്കണം, ഇതിന്റെ സം ആയിരിക്കണം. 4 2 6 ഇവിടെയാണ്. പക്ഷെ ഇവിടെ 5 കാണിച്ചിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ആവറേജ് വാല്യൂ 37 ആണ്. അപ്പൊ ഇവിടെ ഒരു 37 സ്കോർ കിട്ടിയ കുട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ എബോവും ബിലോവും കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രേറ്റർ ദാൻ സൈനും ലെസ് ദാൻ സൈനും കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ കണക്കൂട്ടില്ല. ഇതിന്റെ മുകളിൽ ഇത്ര 3 പേരുണ്ട്, അല്ല 2 പേരുണ്ട്, 37ന്റെ താഴെ 2 പേരുണ്ട്, മുകളിൽ 3 പേരുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൊന്ന് മാറ്റം വരുത്തണം. ഏതെങ്കിലും ഒന്ന്, അപ്പൊ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം,
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൂടി കൊടുക്കണം. അപ്പോൾ ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ള 2 എന്നുള്ളത് 3 മാറുന്ന നമുക്ക് കാണാം. അപ്പോൾ 3 3 6. ഇങ്ങനെ നമുക്ക് കൗണ്ട് വെച്ച് ചെക്ക് ചെയ്യും വേണം, എന്നാലേ നമ്മുടെ വാല്യൂ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ 37 എന്ന് ആവറേജ് സ്കോറാണ്. ഇവിടെ ഒരു കുട്ടിക്ക് 37 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ കൊടുത്തു കഴിഞ്ഞാൽ 37ന്റെ മുകളിലുള്ളതും ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ 37ന്റെ താഴെയുള്ളതേ പരിഗണിക്കുള്ളൂ, 37 എന്നുള്ളത് പരിഗണിക്കില്ല. അപ്പോൾ ഇവിടെ ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ഫോർമുലയിൽ നമ്മളൊരു ലെസ് ദാൻ ഈക്വൽ ടു എന്ന് കൂടി കൊടുത്തു. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, രണ്ടും കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആവറേജ് സ്റ്റുഡൻസ്, ബിലോ ആവറേജ് സ്റ്റുഡൻസ് എന്ന ആവറേജും ആവറേജിന്റെ താഴെ കിട്ടിയിട്ടുള്ള കുട്ടികളെ നമുക്ക് അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് എബോവ് ആവറേജ് സ്റ്റുഡൻസ് ആണ് വേണ്ടതെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമുക്ക് അതിനെ കണക്കാക്കാം. ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ വേണ്ട, ഇപ്പുറത്താണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കുള്ള റിസൾട്ട് ഇവിടെ 4 എന്ന് കിട്ടും. കാരണം 35 കൂടുതലും കിട്ടിയ കുട്ടികളെ എബോവ് ആവറേജ് സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഒരു ഫോർമാറ്റിംഗ് പ്രശ്നമാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഫോർമാറ്റ് ഇതിനെ കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഈ വാല്യൂ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ താഴേക്ക് കൊണ്ടുവരാം, ഒരു ഡിജിറ്റ് മാത്രമാക്കി മാറ്റാം. എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ ഒന്ന് നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ ഫോർമാറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഫോർമാറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റർ ഉപയോഗിക്കാത്തത് ഇവിടുത്തെ കളറും അതേപോലെ ചേഞ്ചസ് ഇവിടെ ഉണ്ടാക്കും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കളറും മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കാണാനൊരു യൂണിഫോമിറ്റി ഉണ്ട്, അതിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകളിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കൂടുതൽ ഇവിടെ പറയാത്തത്. ഇവിടെ സം ഫംഗ്ഷൻസ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കാണാൻ നേരെ തന്നെ ഫോർമുല ചെയ്തതാണ്. ഇപ്പോൾ സം ഫംഗ്ഷൻസ്, മാക്സിമം, മിനിമം, കൗണ്ട് ഇഫ്, കൗണ്ട്, ഇതൊക്കെ ഡാറ്റ അനാലിസിസിലെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ്. അത് നന്നായി മനസ്സിലാക്കി വെക്കുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നമ്മുടെ വീഡിയോ വൈകുന്നേരം 5 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തുടർച്ചയായി വീഡിയോ നഷ്ടപ്പെടാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.